ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഡേ വൺ എൻഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഒന്നൊന്നര കമ്പാക്ക് നടത്തിയിരിക്കുകയാണ് ടീം ഇന്ത്യ. 150 ഓൾ ഔട്ടായി പിന്നീട് ബോൾ ചെയ്യാൻ ഇറങ്ങിയ ഇന്ത്യക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 67-7 എന്ന നിലയിലാണ് നിലവിൽ ഡേ വൺ അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ടോപ്പ് ബാറ്റ്സ്മാൻമാരെ എല്ലാം പറിച്ചെറിഞ്ഞിരിക്കുകയാണ് ടീം ഇന്ത്യയുടെ ബോളർമാർ. ബോളിംഗ് കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബൂംറ, സിരാജ്, ഹർഷിത് റാണ ഇവരുടെ മൂന്ന് പേരുടെയും ആ ഒരു ത്രയങ്ങൾ ശരിക്കും വർക്കൗട്ട് ആയി എന്ന് തന്നെ പറയണം. സിറാജ് ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുത്തെങ്കിലും പിന്നീട് അങ്ങോട്ട് തീപ്പൊരി ബോളിംഗ് ആയിരുന്നു. ഹർഷിത് റാണയുടെ എക്കോണമി കുറച്ച് ഹൈ ആണെങ്കിലും എക്സ്പീരിയൻസ് വെച്ച് ആൾ ഇമ്പ്രൂവ് ആയി വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഏറ്റവും ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് ക്യാരി, അവരുടെ വിക്കറ്റ് കീപ്പർ നോട്ട് ഔട്ട് ആയിട്ട് അവിടെ നിൽപ്പുണ്ട്. പുള്ളിയുടെ 19 റണ്ണാണ്. ബാക്കി എല്ലാം നോക്കിയാൽ ട്രാവിസ് ഹെഡ് 11, അതോടൊപ്പം തന്നെ മെക്സിനി 10, ലാംഷന് 2, 52 ബോളിൽ 2, ഉസ്മാൻ ഖവാജ 19 ബോളിൽ 8, മിച്ചൽ മാർഷ് 19 ബോളിൽ 6 റൺസ്. എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലയുറപ്പിക്കാൻ ഓസ്ട്രേലിയയെ സമ്മതിച്ചിട്ടില്ല. ശരിക്കും സ്ട്രഗിൾ ചെയ്യായിരുന്നു ഓസ്ട്രേലിയൻ ബാറ്റേഴ്സ് അവിടെ. ഈ ഒരു മാച്ച് ഇന്ത്യക്ക് ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യയുടെ ആ ഒരു പോയ കോൺഫിഡൻസ് തിരിച്ചു പിടിക്കാൻ സാധിക്കും. പോയ കോൺഫിഡൻസ് ഒരു പരിധിവരെ തിരിച്ചു പിടിച്ചു എന്ന് വേണം പറയാം. ഈ ഒരു ബോളിംഗ് അറ്റാക്ക് കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു അത്ഭുതം സൃഷ്ടിക്കുകയാണ്, വലിയ വണ്ടർ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ കയ്യിൽ നിന്ന് വിട്ടുപോയ കളി തിരിച്ചു പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. എന്തുകൊണ്ടും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ബ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ആ ഒരു ഫാസ്റ്റ് ബോളിംഗ് പിച്ചിൽ കളി കാണാൻ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. ശരിക്കും അത് ഞെട്ടിക്കുന്ന ബോളിംഗാണ്. ക്യാപ്റ്റൻ ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് എന്ന് പറയുന്ന പോലെ ബൂമറയുടെ ബോളിംഗ് ഒരു രക്ഷ ഉണ്ടായിരുന്നു. ശരിക്കും സ്ട്രഗിൾ ചെയ്യായിരുന്നു അവരവിടെ. 10 ഓവർ എറിഞ്ഞു, 3 മെയ്ഡിൻ, 17 റൺ മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് എടുത്തു. എക്കോണമി 1.7. മുഹമ്മദ് സിറാജ് 9 ഓവർ എറിഞ്ഞു, 6 മെയ്ഡൻ, 17 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തു. 1.89 എക്കോണമി. ആൻഡ് ഹർഷിത് റാണ 8 ഓവർ എറിഞ്ഞ് 1 മെയ്ഡിൻ, 33 റൺസ് വിട്ടുകൊടുത്തു, 1 വിക്കറ്റ്. അത് ഹെഡിന്റെ വിക്കറ്റ് ആയിരുന്നു. ഹെഡിന്റെ ഏറ്റവും വീക്ക് സ്പോട്ടായിരുന്നു ആ ഒരു ബോൾ എന്ന് പറയുന്നത്. ആ ഒരു സ്പോട്ടിൽ തന്നെ ബോൾ ചെയ്ത് കറക്റ്റായിട്ട് പുള്ളിയുടെ സ്റ്റംപ് എടുത്തിരിക്കുകയാണ് ഹർഷിത് റാണ. എന്തായാലും ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വന്ന് ന്യൂസിലാൻഡ് കളിച്ചപ്പോൾ ഇന്ത്യക്ക് എന്താണ് പറ്റിയത്, ആ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഓസ്ട്രേലിയ. നല്ല തിരിച്ചടി തന്നെയാണ് ഓസ്ട്രേലിയക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വേറൊരു കാര്യമാണ്, ഇന്നത്തെ കമന്ററി ബോക്സും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. ആ ഓരോ പോയിന്റുകളെ എടുത്തെടുത്ത് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര കിടിലൻ സംഭവമായിരുന്നു. അതുപോലെ തന്നെ ബൂമർ എറിഞ്ഞ ലാസ്റ്റ് ബോളിൽ സ്ലോ ബോൾ ആയിരിക്കും എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സ്ലോ ബോൾ വെച്ചു. സ്റ്റാർക്ക് ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുത്തു. ബൂമറയ്ക്ക് ടേക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നിരുന്നാലും നാളത്തെ ഡേ 2 ആദ്യത്തെ ഒരു 10 ഓവറിനുള്ളിൽ തന്നെ 3 വിക്കറ്റ് വീഴുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മാക്സിമം പോയ ഒരു 100-110 റൺസിനുള്ളിൽ ഇനി ഓസ്ട്രേലിയ സ്കോർ ചെയ്യാൻ സാധ്യത വളരെയധികം കുറവാണ്. ഇപ്പം നിർണായകമായിട്ട് വേണ്ടത് ക്യാരിയുടെ വിക്കറ്റാണ്. ക്യാരി നിലവിൽ അത്യാവശ്യം ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചും ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിനെ സംബന്ധിച്ചും വളരെയധികം കോൺഫിഡൻസ് നൽകുന്ന ഡേ വൺ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അതും ഓസ്ട്രേലിയയുടെ മണ്ണിൽ പോയി കളിച്ചിട്ട്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മനസ്സിലാക്കാൻ പറ്റാൻ ബൈ ബൈ.